ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള പി എസ് സി ഈ മാസം ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം നടത്തിയ എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്ത് അത് ചെറുതായിട്ടൊന്ന് ക്രോഡീകരിച്ച് നമ്മളിവിടെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയാൻ പോകുന്നത് നമ്മുടെ LDC LGS അതുപോലെ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉപകാരപ്പെടുന്നതാണ്. കാരണം പി എസ് സിയുടെ ആ ഫ്ലോ അങ്ങ് നമുക്ക് മനസ്സിലാവും. പി എസ് സി ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് കേൾക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പി എസ് സിയുടെ പോക്കെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. എങ്കിലേ നമുക്ക് ഇക്കാലത്തൊക്കെ ഒരു ജോബ് നേടിയെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് പി എസ് സി എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ കേൾക്കുന്നത്, എന്തൊക്കെയാണ് പി എസ് സി ക്വസ്റ്റ്യൻ കേൾക്കണമെന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് നിലവിൽ. നമുക്കറിയാം പി എസ് സി കുറേ ക്വസ്റ്റ്യൻസൊക്കെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്, പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇങ്ങനത്തെ പി എസ് സിയുടെ ട്രെൻഡിന് പി എസ് സിയുടെ ഫ്ലോ അനുസരിച്ച് നമ്മളും കൂടെ അങ്ങ് ഒഴുകി നടക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഉദ്യമമാണ് ഇത്. എല്ലാ മാസവും ഇതുപോലെ വീഡിയോസ് കാണാമെന്നിരിക്കും. എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ ക്രോഡീകരിച്ച് പി എസ് സി നടത്തിയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളെയും ക്രോഡീകരിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഇതേപോലെ ചെറിയൊരു എക്സാമായിട്ട് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ചെറിയൊരു ടൈം ഗ്യാപ്പ് തരുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് ഉത്തരം തിരഞ്ഞെടുക്കാനും ശ്രമിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പരീക്ഷ എഴുതിയ എക്സാമൊക്കെ എഴുതിയ ക്വസ്റ്റ്യൻസും കാണും, നിങ്ങൾക്ക് എഴുതിയിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് കാണും, നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് വരെ കാണാൻ സാധ്യതയുണ്ട്, സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ വീഡിയോസ് കാണേണ്ടത്. ആദ്യം കുറച്ച് സിമ്പിൾ ചോദ്യം ഉണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ച് പൊയ്ക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ബാക്കി പരീക്ഷകൾ നടത്തിയ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത് ജോഗ്രഫി ഹിസ്റ്ററി ഭാഗത്താണ്. ഓഗസ്റ്റ് മാസത്തിൽ നടന്ന ജോഗ്രഫി ഹിസ്റ്ററി പോർഷൻസിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറെ ചെറിയൊരു അഭിപ്രായം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് നിങ്ങൾക്ക് കിട്ടുമല്ലോ, അപ്പോൾ അറിയാവുന്ന എന്തെങ്കിലും പോയിന്റുകൾ കാണുമല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം ബാക്കിയുള്ളവർക്കും അത് ഉപകാരപ്പെടും. നമുക്കറിയാം നമ്മുടെ അറിവ് പകർന്ന് നൽകിയാലേ അറിവാവൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ, അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പം കമൻറ്റ് വായിക്കുന്നവർക്കും ആ അറിവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും 1-2 പോയിന്റ് വെച്ചെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ക്രോഡീകരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടൊരു ലൈക്കൊക്കെ തരണം. നോക്കപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപനം നടത്തിയത് എന്നാണ് അറിയാലോ. പഴയ ചോദ്യമൊക്കെയാണ് ഇതൊക്കെ, പഴയതല്ല മീൻസ് ഓഗസ്റ്റ് മാസത്തിൽ കേട്ടതാണ്, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1936 നവംബർ 12 1936 നവംബർ 12. അടുത്ത ചോദ്യമാണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ആരാണ്? AKG ആണ്. AKG ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഈ 4 ഓപ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ഇമ്പോർട്ടൻറ്റ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ 4 പേരും ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളായിരുന്നു. ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് എന്നാണ്? 1931. 1931 നവംബർ 2 1931 നവംബർ 2 നവംബർ 1 നവംബർ 1 തുടങ്ങുന്നത്. 1932 ഒക്ടോബർ 2 അവസാനിക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 10-11 മാസത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെയാണ്. ഇനി ഇവരുടെ പ്രത്യേകം നോക്കാം. ഈ മന്നത്ത് പത്മനാഭൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഒരു പ്രധാന നേതാവായിരുന്നു, അറിയാം. ബാക്കി പോയിന്റ് പറ. എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ്. കേളപ്പൻ ആരായിരുന്നു? പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു. പ്രസിഡൻറ്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി കേളപ്പൻ. ഈ കേളപ്പനാണ് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നത്. നിരാഹാരം അനുഷ്ഠിച്ചതും കേളപ്പനാണ്. പിന്നെ ഗാന്ധിജിയൊക്കെ വന്ന് പറഞ്ഞാണ്, എടാ എണീറ്റ് പോടാന്ന് പറഞ്ഞാണ് കേളപ്പൻ എന്താണ് സത്യാഗ്രഹമൊക്കെ അവസാനിപ്പിച്ചത്. അപ്പം കേളപ്പന് 2 പോയിൻ്റ് ഉണ്ട്. ഒന്ന് എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പനാണ്. അതുപോലെ തന്നെ നിരാഹാരം അനുഷ്ഠിച്ചതും കേളപ്പനാണ്. AKG നമ്മളിപ്പം പറഞ്ഞാണെന്ന് വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആണ്. P കൃഷ്ണപിള്ള ആരാണ്? PP ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ഇമ്പോർട്ടൻ്റ് ആണ്, കേട്ടിട്ടുള്ളതാണ്. മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ. ഓടി വന്ന് മണിയടിച്ചിട്ട് ഓടിക്കളഞ്ഞ് P കൃഷ്ണപിള്ള. അപ്പം ഇത്രയും പോയിന്റുകൾ നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ബാക്കി എന്തെങ്കിലും പോയിന്റുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്വസ്റ്റ്യനാണ്, 1846
കോട്ടയം മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആരാണ്? കോട്ടയം മാന്നാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, നമ്മുടെ ചാവറ അച്ഛനാണ്. ഓക്കെ, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നാണ്. വർഷം നോക്കണം, 1846 മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം. PSC ചിലപ്പം കേൾക്കാറുണ്ട്, എന്താണ് ചാവറ കുര്യാക്കോസ് അച്ഛൻ 1846 സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പേരങ്ങ് ടിക്ക് ചെയ്ത് വെക്കണം അവിടെ. ഓക്കെ, എന്നിട്ട് ഒരു മാർക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ വരണം. അടുത്ത ക്വസ്റ്റ്യനാണ്, സ്വദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ഉടമസ്ഥൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എന്നാണ് തുടങ്ങിയത് പത്രം തുടങ്ങിയത് എന്നാണ്? 1905 1905 എവിടെ വെച്ചാണ് തുടങ്ങിയത്? ഇതിൽ തന്നെ ഉണ്ട് എവിടെ വെച്ചാണ് തുടങ്ങിയത് പത്രം? ഈ 5 എടുത്ത് വെച്ചാൽ മതി. 5 തെങ്ങിൽ വെച്ചാണ്. ഓക്കെ, 5 തെങ്ങിൽ വെച്ചാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 5 തെങ്ങ്. അടുത്ത ചോദ്യം, കല്ലുമാല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ടപ്പേ നടി ഇതൊക്കെ 55 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അയ്യങ്കാളിയാണ്. കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം 1915. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പേരാണ് പെരിയനാട് ലഹള. ഓക്കെ, പെരിയനാട് ലഹള. നമ്മൾ പെരിയ കല്ലെന്നൊക്കെ പറയില്ലേ, വലിയ കല്ല്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. പെരിയനാട് ലഹളയാണ് കല്ലുമാല പ്രക്ഷോഭം. ഇനി നമ്മുടെ പുലയ ലഹളയുടെ മറ്റു പേരുകൾ എന്താണ്? പുലയ ലഹള, പെരിയനാട് ലഹള, പെരിയനാടല്ല പുലയ ലഹള. 1915 നടന്ന പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരുട്ടമ്പളം ലഹള, 90-ാം ആണ്ട് ലഹള. അതും 1915. അയ്യങ്കാളിയാണ്. ഓക്കെ, കല്ലുമാല സമരം 1915. കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരാണ് പെരിയനാട് ലഹള. അത് തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. പെരിയ കല്ലെന്ന് ഓർത്താൽ മതി, വലിയ കല്ലുണ്ടല്ലോ, വലിയ കല്ലെന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന മറ്റൊരു സംഭവമാണ് പുലയ ലഹള. പുലയ ലഹളയുടെ മറ്റു പേരുകളാണ് ഊരുട്ടമ്പളം ലഹള, 90-ാം ആണ്ട് ലഹള. അടുത്ത ചോദ്യം, ആത്മവിദ്യാകാഹളം എന്ന ഗ്രന്ഥം രചിച്ചതാര്? കുറേ തവണ PSC ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ, ആത്മവിദ്യാകാഹളം കുറേ തവണ. ഈ ഇടയ്ക്ക് ഒരു 10-15 എക്സാമുകൾക്കെങ്കിലും സെയിം ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട്. ഏതാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, വാഗ്ഭടാനന്ദൻ. ഇതെങ്ങനെ ഓർക്കാം? പണ്ട് നമ്മൾ രാജാക്കന്മാരൊക്കെ പറഞ്ഞത് എന്താണ്? കാഹളമൊക്കെ മുഴക്കിക്കൊണ്ടല്ലേ പറഞ്ഞത്. അപ്പോൾ രാജാക്കന്മാരെ സംരക്ഷിക്കാൻ ആരുണ്ട് അവിടെ? ഭടന്മാരുണ്ട്. വാഗ്ഭടാനന്ദൻ, ഭടന്മാരുണ്ട്. ആത്മവിദ്യാകാഹളം. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യമാണ്, നീലദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരെന്നാണ്? നീലദർപ്പൺ എന്നൊക്കെ വരും. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദീനബന്ധു മിത്രയാണ്. അടുത്ത ചോദ്യമാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം എവിടെയാണ്? എന്നാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് മിൽ സമരം 1918. ഖേദ സമരം 1918. ചൗരി ചൗര സംഭവം 1922. അടുത്ത ചോദ്യം, വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? വടക്കു പടിഞ്ഞാറൻ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യയുടെ അതിർത്തി ഗാന്ധി എന്നൊക്കെ അറിയപ്പെടുന്നതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അടുത്ത ചോദ്യം, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? പഴയ ചോദ്യമാണ്. EMS ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് CM ആണ്, EMS ആണ്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നവൽ ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹം സംബന്ധിച്ച പ്രസ്താവന? ശരിയായിട്ടുള്ളത് കണ്ടോ. അടുത്തടുത്ത എക്സാമുകൾക്ക് സെയിം ടോപ്പിക്കുകൾ കേൾക്കുന്നുണ്ട്. ഇതാണ് PSC, ഇത്രയേ ഉള്ളൂ PSC. ഞാൻ പറഞ്ഞ പോയിന്റുകൾ വെച്ചാണ് ഓപ്ഷൻസും തന്നിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2 പി കൃഷ്ണപിള്ള, മന്നത്ത് പത്മനാഭൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് പറഞ്ഞതാണ് ഞാൻ പോയിന്റ്. അതേപോലെ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഇതൊന്ന് നോക്കിയാണ്, എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക. 1932 ഒക്ടോബർ 2-ാം തീയതി അവസാനിച്ചു. തുടങ്ങിയതെന്നാണ്? 1931 നവംബർ 1-ാം തീയതി. ഓക്കെ, ഇവിടെ നവംബർ 12 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യനാണ്, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 4 പ്രധാന സംഭവങ്ങൾ അവ നടന്ന വർഷവും താഴെ നൽകുന്നു. അറേഞ്ച് ചെയ്യാനാണ്. ഏതാണ്? 1-ാം വട്ടമേശ സമ്മേളനം. വട്ടമേശ സമ്മേളനങ്ങൾ 30 കാലഘട്ടത്തിൽ നടന്നെന്ന് ഓർത്താൽ മാത്രം മതി. കാരണം ആ ഒരു ടൈമിലുള്ള ഒരേ ഒരു
ഓപ്ഷനേ ഉള്ളൂ 1931. അപ്പം 1C എന്ന് ഓർത്ത് കിട്ടിയാൽ മതി. 1C എന്ന് കിട്ടി കഴിഞ്ഞാൽ ഓപ്ഷൻ സി ക്യാൻസലാക്കാം, ഓപ്ഷൻ എയും നമുക്ക് ക്യാൻസലാക്കാം. പിന്നെ ഉള്ളത് പ്രവിശ്യകൾ കോൺഗ്രസ് മന്ത്രിസഭ രാജിവെച്ചു. അറിഞ്ഞുകൂടെങ്കിൽ അത് സ്കിപ്പ് അടിക്കണം. ഗാന്ധിജി നിസ്സഹരണ സമരം പ്രസ്ഥാനം നിർത്തിവെച്ചു. നിങ്ങൾക്കറിയാം നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ട് 1922 എന്നറിയാം. അപ്പം 3A പറഞ്ഞ ഏത് ഓപ്ഷൻ ഉണ്ട്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബർദോളി സത്യാഗ്രഹം 1928. അടുത്ത ചോദ്യമാണ്, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ ശരിയായ കാലഗണ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ്. ലോങ് മാർച്ച്, ചൈനയിലെ റിപ്പബ്ലിക്കൽ വിപ്ലവം, മഹത്തായ സാംസ്കാരിക വിപ്ലവം, ജപ്പാൻ്റെ ചൈന ആക്രമണം. ലോങ് മാർച്ച് വർഷം എന്നാണ്? 1934 ലോങ് മാർച്ച്. ചൈനയിൽ റിപ്പബ്ലിക്കൻ വിപ്ലവം എന്നാണ് ചൈനീസ് വിപ്ലവം നടന്നത് 1911. 1911 മഹത്തായ സാംസ്കാരിക വിപ്ലവം എപ്പോഴാണ്? 1966. അടുത്ത് ജപ്പാൻ്റെ ചൈന ആക്രമണം എപ്പോഴാണ്? 1937. ഇതങ്ങ് ഓർഡർ ചെയ്ത് എഴുതിയാൽ മതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. 2, 1, 4, 3. ഓക്കെ, 1937. ഇത് ശ്രദ്ധിക്കണം. ജപ്പാൻ്റെ ചൈന ആക്രമണത്തിൽ അവസാനം 1945 ജപ്പാൻ തോറ്റ് കൊണ്ട് പിന്മാറുന്നുണ്ട് കേട്ടോ, അതുകൂടി ഒന്ന് ഓർക്കണം. ജപ്പാനാണ് തോക്കുന്നത്. 4ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് എന്നാണ്. 44 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ സന്ദർശിച്ചു. 46 ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. 45 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് എതിർത്തു. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി നടപ്പിലാക്കിയത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ്? ഏതാണ്? 4 നമുക്കറിയാം എന്താണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വെച്ച് വർഷം അറിഞ്ഞോടെങ്കിൽ വിടണം. 46 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ അയച്ച ക്യാബിനറ്റിൽ മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പണ്ടേ പഠിക്കണതാണ്. ഇനി അതും ഡൗട്ടുള്ളവർ വിടണം. 45 അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി നമ്മുടെ ബേസിക് ഫാക്റ്റാണ്. ലേബർ പാർട്ടിയാണ് അധികാരത്തിൽ വന്നത്, അവരാണ് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി മുൻകൈ എടുത്തത് എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ 3 ശരിയെന്ന് മനസ്സിലാവും. അപ്പം ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും നമുക്ക് ക്യാൻസലാക്കാം. പിന്നെ ഉള്ളത് 1, 3 നേരെ തിരിച്ച് മിസ്റ്റേക്കാണ്. 45 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി എതിർത്തു എന്നാണ് പറയുന്നത്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റെന്നറിയാം. ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ 3 തെറ്റെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എയും ബിയും നമുക്ക് ക്യാൻസലായി കളയാം. ഓക്കെ, 3 തെറ്റെന്നാണ്. കാരണം ലേബർ പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്തത്. ആ ഒരു അറിവുണ്ടെങ്കിൽ ഓപ്ഷൻ എയും ബിയും ക്യാൻസലാക്കാം. പിന്നെ നോക്കണം ഓപ്ഷൻ സിയും ഡിയിലും 4 കോമൺ ആണ്. അപ്പോൾ ഇതിന് ശരിയോ തെറ്റോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, എക്സാക്റ്റ് ശരിയായിരിക്കും. ഇനിയുള്ളത് 1, 2 ആണ് ശരി. 44 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 46 ഇത് നമ്മൾ ഫാക്ച്വൽ ഡാറ്റ അറിയണം. അപ്പം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതായത് 2. 46 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയെ അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഈ 3 പേരുടെ പേര് പോലും PSC എടുത്ത് കേട്ടിട്ടുള്ളതാണ്. ആരൊക്കെ എന്നാണ് അംഗങ്ങൾ ക്യാബിനറ്റ് മിഷനിലെ? പെതവിക് ലോറൻസ്, അതുപോലെ സ്റ്റഫോർഡ് ക്രിപ്സ്, പിന്നെ AV അലക്സാണ്ടർ. ഈ 3 പേരുമാണ് അതിലെ അംഗങ്ങൾ. ക്യാപ്റ്റൻ ആരായിരുന്നു ഇതിൽ? പെത്വിക് ലോറൻസ് ആണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു. പിന്നെ ക്രിപ്സ് മിഷൻ എന്നാണ് വർഷം? ക്രിപ്സ് മിഷൻ്റെ 1942 ആണ്. ഓക്കെ, 1942 കാലഘട്ടത്താണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, താഴെ തന്നിരിക്കുന്ന എ വിഭാഗത്തിൽ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്താനാണ്. കാൺപൂർ നാനാ സാഹിബ് ആരെന്നാണ്. ഡൽഹി ബഹദൂർ ഷാ ബരൗട്ട് ആരെന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യമാണ്, താഴെ കൊടുത്തിട്ടുള്ളവരിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളതെന്നാണ്. 46 ഡിസംബർ 10 ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി. ലോക വ്യാപാര സംഘടന 95 ജനുവരി 1 പ്രവർത്തനം ആരംഭിച്ചു. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. അതാണ് ലോക വ്യാപാര സംഘടന, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, 1 തെറ്റും 2, 1, 3 തെറ്റാണ്. ഓക്കെ,
തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ തിരഞ്ഞെടുക്കാനാണ്. ലോക വ്യാപാര സംഘടന ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ്. ഓക്കെ, ജനീവയാണ്. ജനീവയിലാണ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം ജനീവയാണ്. ഓക്കെ, അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ലോക ആരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടന ഇവയുടെ എല്ലാ ആസ്ഥാനം ജനീവയാണ്. പിന്നെ UN-ലെ യൂറോപ്പിലെ ആസ്ഥാനം, ഓക്കെ, യുണൈറ്റഡ് നേഷൻസിലെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവയിലാണ്. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് 1948 ഡിസംബർ 10 ഓക്കെ. അതേപോലെ UN മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതും ഡിസംബർ 10 അടുത്ത ചോദ്യമാണ്, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ പരുത്തി മണ്ണ് ഉണ്ടാകുന്ന പാറ പൊടിഞ്ഞ ഏത് പാറ പൊടിഞ്ഞെന്നാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ബസാൾട്ട്. ഓക്കെ, ബസാൾട്ട് ശില പൊടിഞ്ഞാണ്. താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നത് ഏതെന്നാണ്? ഇതല്പം കൺഫ്യൂസിങ് ആക്കുന്ന ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാർബൺ ഡയോക്സൈഡ് ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം എന്താണ്, ഓസോണും ഒരു ഹരിതഗൃഹ വാതകമാണ്. ഓക്കെ, ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ് ഓസോണും. ഓക്കെ, ഓസോണും ഉണ്ട്. പക്ഷേ PSC ഫൈനൽ കീയിൽ കൊടുത്ത, നമ്മളിവിടെ പറയണത് ഫൈനൽ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഫൈനൽ കീയിൽ കാർബൺ ഡയോക്സൈഡാണ് PSC കൊടുത്തത്. ഓക്കെ, 8C ആണ് കാർബൺ ഡയോക്സൈഡാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ആക്കിയിട്ടൊന്നും ഇല്ല. അടുത്തയാണ്, ഉത്തര രാജസ്ഥാനിൽ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിര കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? 2-3 തവണ ഈ ഇടയ്ക്ക് ചോദിച്ചതാണ്. ഇന്ദിര കനാൽ ഏത് സംസ്ഥാനത്തെന്ന് കേട്ടിട്ടുണ്ട്, ഏത് നദിയിലെന്ന് കേട്ടിട്ടുണ്ട്? ഓപ്ഷൻ ഡി സത്ലജ് നദിയിലാണ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കൊടൈക്കനാലാണ്. കേരളത്തിൻ്റെ ഊട്ടി ഏതാണ്? കേരളത്തിൻ്റെ ഊട്ടി കേരളാസ് ഊട്ടി ഏതാണ്? റാണിപുരമാണ്. ഓക്കെ, റാണിപുരമാണ് കേരളത്തിൻ്റെ ഊട്ടി. ഇനി പാവപ്പെട്ടവൻ്റെ ഊട്ടിയാണെങ്കിലോ ഏതാണ്? അത് നെല്ലിയാമ്പതിയാണ്. ഓക്കെ, നെല്ലിയാമ്പതിയാണ് പാവപ്പെട്ടവൻ്റെ ഊട്ടി. കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം, പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി. ഇനി മലബാറിൻ്റെ ഊട്ടി ഏതാണ്? മലബാറിൻ്റെ ഊട്ടി കക്കയം. ഓക്കെ, കക്കയമാണ് മലബാറിൻ്റെ ഊട്ടി. ഓക്കെ, മലബാറിൻ്റെ ഊട്ടി കക്കയം. ഇനി മലപ്പുറത്തിൻ്റെ ഊട്ടി ഏതാണ്? മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടുകുത്തി മല. ഓക്കെ, കൊടുകുത്തി മലയാണ് മലപ്പുറത്തിൻ്റെ ഊട്ടി. അപ്പം കുറേ ഊട്ടികൾ പഠിച്ച്, ഒന്ന് മലപ്പുറത്തിൻ്റെ. ഓക്കെ, നമ്മുടെ മലയുടെ പുറത്തല്ലേ നമ്മൾ കൊടിയൊക്കെ കൊണ്ട് കുത്തണം, അങ്ങനെ ഓർത്തായി. അപ്പോൾ കൊടുകുത്തിമല മലപ്പുറത്തിൻ്റെ ഊട്ടി കൊടുകുത്തിമല. മലബാറിൻ്റെ ഊട്ടി കക്കയം. ഓക്കെ, മലബാറിൻ്റെ ഊട്ടി കക്കയം. പാവപ്പെട്ടവൻ്റെ ഊട്ടി നെല്ലിയാമ്പതി. കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം. ഓക്കെ, കേരളത്തിൻ്റെ ഊട്ടി റാണിപുരം. അടുത്ത ചോദ്യമാണ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇതൊന്നും തെറ്റിക്കൽ ഇങ്ങനത്തെ ബേസ് ചോദ്യങ്ങൾ. ഓപ്ഷൻ സി ആണ്, ലക്ഷദ്വീപാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം കുറേ തവണ PSC കേട്ടിട്ടുള്ളതാണ്. ഏഷ്യൻ ഗെയിംസ് എത്ര? 107 മെഡലുകളാണ്. ഈ നമ്പർ കൂടി ഒന്ന് ഓർക്കണം, 28, 38, 41. എന്താണ്? ഇന്ത്യക്ക് 28 ഗോൾഡ് മെഡൽ ലഭിച്ചു. ഇന്ത്യക്ക് 38 സിൽവർ മെഡൽ, വെള്ളി മെഡൽ ലഭിച്ചു. 41 വെങ്കല മെഡൽ ലഭിച്ചു. ഇത് ഇത്രയും ഡീപ്പായിട്ട് പഠിക്കണമെന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പഠിക്കണം. PSC ചോദിച്ച ചോദ്യം. PSC കേട്ടിട്ടുണ്ട്, ഈ എണ്ണം കറക്റ്റായി കേട്ടിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ 2023 ഇന്ത്യയുടെ മെഡൽ നിര താഴെ തന്നിരിക്കുന്നവരിൽ ഏതെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്പേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഇട്ടിരുന്നു. ഓക്കെ, അപ്പോൾ 28 സ്വർണം, 28, 38, 41. ഏറ്റവും കുറവ് സ്വർണ്ണമായിരിക്കും ഇന്ത്യക്ക് കിട്ടണം, മനസ്സിലാവും. ഏറ്റവും കൂടുതൽ വെങ്കലായിരിക്കും കിട്ടണത്, നടുക്ക് സിൽവറാണ്. ഓക്കെ, 28, 38, 41. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗയിൽ നിന്നും താഴെ പറയുന്നവൽ എന്തിൻ്റെ തെളിവാണ് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ പണ്ടത്തെ ഓൾഡ് ഹിസ്റ്ററിയാണ് ഇതൊക്കെ. എന്തിൻ്റെയാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഉഴുത വയലിൻ്റെയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ നെല്ലിൻ്റെയൊക്കെ അവശിഷ്ടം കിട്ടുമല്ലോ, നോക്കിയാൽ അതൊക്കെ ചെത്തു പോവില്ല പെട്ടെന്ന്. അപ്പം അങ്ങനെ വേണമെങ്കിൽ നെല്ലൊക്കെ ക്യാൻസലാക്കാൻ, ബാക്കി ഇനി പഠിച്ചത് വെച്ച് എഴുതാൻ പറ്റും. ഉഴുത വയൽ. അപ്പം ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗയിൽ നിന്നും താഴെ പറയുന്നവൽ എന്തിൻ്റെ തെളിവാണ് ലഭിച്ചിട്ടുള്ളത്? ഉഴുത വയലിൻ്റെയാണ്. ഓക്കെ, അടുത്താണ്, വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിലെ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതെന്നാണ്?
ഏതാണ്? ഇത് ഓപ്ഷൻസ് ക്യാൻസലാക്കി നമുക്ക് അടിക്കാവുന്നേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കുറിച്യർ കലാപം. സാന്താൾ കലാപം കേരളവുമായി ഒരു ബന്ധവുമില്ല. ചാന്നാർ കലാപം മാറുമറയ്ക്കാൻ വേണ്ടിയാണ്. മാപ്പിള കലാപം അതെന്താണ്? മലബാറിലെ മാപ്പിളാസ് നടത്തിയത്. ഇത് മറ്റേ കുറിച്യർ കലാപം. ഓക്കെ, കേരളത്തിൽ നടത്തിയ കലാപം ഏതാണ്? ഗോത്ര ജനത എന്ന് കേട്ടുകഴിഞ്ഞാൽ കുറിച്യർ കലാപമാണ്. മൂന്നാമത്തെയാണ് മെസ്സപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിൽ നിന്നും തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്തെന്നാണ്? നമ്മുടെ LDC ഏതോ ഒരു വർഷത്തെ ഈ PSC ക്വസ്റ്റ്യൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ 3 ഓപ്ഷൻ സി ആണ്. ഓക്കെ, സിഗുറാത്തുകളാണ്. ഓക്കെ, സിഗുറാത്തുകൾ. ഇത് SCERT ടെക്സ്റ്റ് ബുക്ക് പഴയ SCERTയിലോ നിലവിലത്തെ SCERTയിലുണ്ടോ ഇല്ലോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഇവിടെ ഞാൻ ഈ പോയിന്റ് കണ്ടിട്ടുണ്ട്. ഓക്കെ, സിഗുറാത്തുകളാണ്. നാലാമത്തെയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി. ഇത് നമ്മുടെ UP സ്കൂൾ ടീച്ചർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. UP സ്കൂൾ ടീച്ചർ. അപ്പം നമ്മൾ അതുപോലും വെറുതെ വിടണില്ല, എല്ലാം കീറി മുറിച്ച് നോക്കണം. ഫോർവേഡ് ബ്ലോക്ക് ഏതാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിലെ TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം എന്നാണ്? TK മാധവൻ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം. സഞ്ചാര സ്വാതന്ത്ര്യമാണ് കേട്ടോ, അതുകൂടി നോക്കണം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം. ആറാമത്തെയാണ് സാമൂഹിക പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ സഭ. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ കേൾക്കണണ്ട PSC. ഇതാണ് PSC, ഇത്രയേ ഉള്ളൂ PSC. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നേരത്തെ ഈ വീഡിയോയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനാണ്. വാഗ്ഭടാനന്ദൻ എന്താണ്? ആത്മവിദ്യാ സംഘം. ആത്മവിദ്യ കാഹളം ആരുടെ മാസികയാണ്? ആത്മവിദ്യ കാഹളം, അതും വാഗ്ഭടാനന്ദൻ്റെയാണ്. ഓക്കെ, യജമാനൻ ആരുടെ മാസികയാണ്? യജമാനനൊക്കെ PSC കേട്ടിട്ടുള്ളതാണ്. യജമാനൻ അതും വാഗ്ഭടാനന്ദൻ്റെ മാസികയാണ്. ഓക്കെ, യജമാനൻ, ആത്മവിദ്യ കാഹളം. അഭിനവ കേരളം ആരുടെയാണ്? വാഗ്ഭടാനന്ദൻ്റെയാണ്. ഓക്കെ, വാഗ്ഭടാനന്ദൻ്റെ മാസികയാണ് അഭിനവ കേരളവും. അതുപോലെ തന്നെ അഭിനവ കേരളം എന്തിൻ്റെ മുഖപത്രമായിരുന്നു? എന്തിൻ്റെ? നമ്മൾ പറഞ്ഞ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. ഓക്കെ, അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച വർഷം എന്നാണ് കേട്ടിട്ടുള്ളതാണ് PSC? 1917. 1917 സ്ഥാപിച്ചു. അഭിനവ കേരളമായിരുന്നു അതിൻ്റെ മുഖപത്രം. അതുപോലെ തന്നെ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങൾ കുറിച്ച് വിവരിക്കുന്ന കവിത ഉണ്ട്. അത് ഏത് കവിതയാണ്? ഏത് കവിത? സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയിലാണ്. ഓക്കെ, സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയിലാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. സ്വതന്ത്ര ചിന്താമണി PSC കേട്ടിട്ടുള്ളതാണ്. ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബാലഗുരു, അത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ നമ്മൾ ആത്മവിദ്യാ സംഘം ഒരു വീഡിയോയിൽ 2 പ്രാവശ്യം കേൾക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്തതാണ് നമ്മുടെ സ്ഥിരം PSCയുടെ ലാഹോർ സമ്മേളനം. ഏതാണ്? 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 29 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ലാഹോർ സമ്മേളനമൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോഴിക്കോടും ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമലംഘനം ലംഘിച്ചത്? കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ഏതാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ. ഓക്കെ, കോഴിക്കോട് ഉപ്പ് നിയമലംഘനം അബ്ദുറഹ്മാൻ, മുഹമ്മദ് അബ്ദുറഹ്മാനാണ് കോഴിക്കോട്. മൊയ്യാരത്ത് ശങ്കരൻ ആരാണ്? നമ്മുടെ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് ഏത് നേടിയ മൊയ്യാരത്ത് ശങ്കരനാണ്. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് ആരെന്ന് കേട്ടുകഴിഞ്ഞാൽ മൊയ്യാരത്ത് ശങ്കരനാണ്. അടുത്ത ചോദ്യമാണ്, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഏതെന്നാണ്? ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏതിൻ്റെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ബനാറസ് ഹിന്ദു സർവകലാശാല. ഇപ്പോൾ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഏതെന്ന് കേട്ടുകഴിഞ്ഞാലും ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ്. എന്നാണ് സ്ഥാപിച്ചത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി? 1916 ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചതും 1916 ആണ്. ആരാണ് സ്ഥാപിച്ചത്?
മദൻ മോഹൻ മാളവിയാണ്. ഓക്കെ, MMM മദൻ മോഹൻ മാളവിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് 1916. വർഷവും പേരും എല്ലാം നോക്കി വയ്ക്കണം, ഇനിയുള്ള പരീക്ഷകൾക്ക് ഇതൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. 10-ാമത്തെയാണ് 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ ഏത് ദിവാൻ്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? ഏത്? CP രാമസ്വാമി അയ്യറാണ്. 10. ഇന്ത്യ വികസിപ്പിച്ച് പുനരുപയോഗിക്കാനാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? RLV റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ. അതിൻ്റെ പേരെന്തെന്നാണ്? ഏതാണ്? പുഷ്പക് ആണ്. ഓക്കെ, നമ്മുടെ പുഷ്പക വിമാനം ഓർത്താതി, പുഷ്പക്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾക്ക് ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് കയറി വന്നതാണ്, അപ്പം നോക്കിപ്പോ. അഗ്നി 5 ആണ് കേട്ടോ, അഗ്നി 5 ആണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതെന്ന് കേട്ടുകഴിഞ്ഞാൽ അഗ്നി 5 ആണ്, അഗ്നി 5 ആണ്. താഴെ പറയുന്നവൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി ഏതെന്നാണ്? ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 3ാമത്തെ നദി? കൃഷ്ണ നദിയാണ്. കൃഷ്ണ നദിയാണ് 3ാമത്തെ നീളം കൂടിയ നദി, കൃഷ്ണ നദിയാണ്. താഴെ പറയുന്നവൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? കിഴക്കൻ തീരസമതലം കൊങ്കണാണ് വരാത്തത്, ബാക്കി 3 പറഞ്ഞതാണ്. 15 രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നാണ്? ക്വസ്റ്റ്യൻ കയറി പറഞ്ഞതാണ്, നോക്കണം, ഉത്തരം പറ എന്നാലും. ഏതാണ്? രാജ്യസഭ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ആരാണ്? വൈസ് പ്രസിഡൻ്റാണ്. ദേഹർജി തീർപ്പ് കൽപ്പിക്കൽ, സർവ്വസൈനാധിപൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഇതൊക്കെ കിട്ടാവുന്ന ചോദ്യമുള്ളൂ. 16-ാമത്തെയാണ് സാമൂഹിക സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ്? കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ഉയർന്ന സംഘബോധമുണ്ട്, ചെറിയ സംഘമുണ്ട്, നിരന്തരമായ ആശയവിനിമയമുണ്ട്, ഔപചാരിക ബന്ധമാണ് ഇല്ലാത്തത്. ഓക്കെ, അടുത്താണ് റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്നാണ്? ഏതാണ്? 1ഉം 2ഉമാണ്. ഓക്കെ, വായ്പാ നിയന്ത്രണങ്ങൾ, സർക്കാരിൻ്റെ ബാങ്ക്. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്? വാർത്തയിലൊക്കെ ഉണ്ടായാണ്, നാഷണൽ ഹരിത ട്രൈബ്യൂണലാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉട്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉട്കല ഓപ്ഷൻ എ ആണ്, ഒഡീഷയിലാണ്. ഓക്കെ, ഉട്കല ഒഡീഷയുടെ പണ്ടത്തെ പേരല്ലേ ഉട്കല. അടുത്ത് പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിക്കുന്ന അളക്കുന്നത് എന്തിനാണ്? ദൂരത്തിനാണ്. ഓക്കെ, പ്രകാശവർഷം ദൂരമാണ്. നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവൽ ഏതാണ് ശരി എന്നാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ്. അപ്പം അവസാനം കുറച്ച് മറ്റു ചോദ്യങ്ങളൊക്കെ കയറി വന്നു, പക്ഷേ നമുക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ തന്നെയാണ്, അതുകൊണ്ടാണ് അത് മാറ്റാതെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സാമ്പിൾ ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കഷ്ടപ്പാടുണ്ട് വീഡിയോസും അതേപോലെ ക്വസ്റ്റ്യൻസൊക്കെ ക്രോഡീകരിച്ചെടുക്കാൻ വേണ്ടി.